ലൈവിൽ ഇപ്പൊ ഋഷി ഇരുന്ന് കരച്ചിലോട് കരച്ചിലായിരുന്നു. ആശ്വസിപ്പിക്കാൻ അൻസിബയും അഭിഷേകും ഒക്കെ ഉണ്ടെങ്കിലും ഋഷി നിർത്താതെ കരച്ചിലായിരുന്നു. ഋഷി കരയാനുള്ള യഥാർത്ഥ കാരണം പുള്ളി പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് അറിയത്തില്ല എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ അൻസിബ ഋഷിയോട് അർജുനെ പറ്റി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവൻ ജയിക്കാൻ വേണ്ടി പ്രണയനാടകം കളിച്ച് ഇവിടെ നിന്ന് പോട്ടെ. അവനോട് ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ചോദിക്കുന്നില്ല. കാരണം ഫിനാലെ വീക്കില് അവനൊരു നെഗറ്റീവ് വരണ്ട എന്ന് വെച്ചിട്ടാണ് അർജുനെ ഞാൻ വെറുതെ വിടുവാണ് എന്ന രീതിയിലൊക്കെ അൻസിബ പറയുന്നുണ്ട്. അൻസിബ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് പറയുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു കോണ്ടെക്സ്റ്റ് തരാനായിട്ട് ആ കഥ ആദ്യം പറയാം. ഫാമിലി വീക്കില് ശ്രീധുവിന്റെ അമ്മ വന്നപ്പോൾ ശ്രീധുവിനോട് ചോദിച്ചില്ല എന്താണ് സമയത്തിന് ഉറങ്ങാത്തത് എന്ന്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ശ്രീധുവിന്റെ അമ്മ പറഞ്ഞിരുന്നു പാല് കുടിച്ചാൽ ഉറക്കം വരുമെന്ന്. ആ ഒരു സെയിം സ്റ്റേറ്റ്മെന്റ് അൻസിബയും എപ്പോഴോ ശ്രീധുവിനോട് പറയുകയുണ്ടായി. അർജുൻ നിൽക്കുമ്പോഴായിരിക്കും അൻസിബ അത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റീ എൻട്രിയുടെ സമയത്ത് ഇന്നലെ അൻസിബയോട് ഇതേ കാര്യം പറഞ്ഞ് അർജുൻ ഒന്ന് പരിഹസിക്കുകയുണ്ടായി. അത് ശരിക്കും അൻസിബ പറഞ്ഞതാണ് എന്നൊരു തെറ്റിദ്ധാരണ കാണും നമ്മുടെ അർജുന്. പക്ഷെ യഥാർത്ഥത്തിൽ ശ്രീധുവിന്റെ അമ്മ പറഞ്ഞതാണ് അൻസിബ ശ്രീധുവിനോട് പറഞ്ഞത്. എന്തായാലും ബിഗ് ബോസിനകത്തെ സൗഹൃദങ്ങളൊന്നും പെർമനന്റ് അല്ല എന്ന് ഇപ്പൊ എത്രാമത്തെ തവണയാണ് നമുക്ക് മുമ്പിൽ തെളിയിക്കപ്പെടുന്നത്. ക്കാൻ വേണ്ടി ആരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ് വെക്കുകയും ആ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു എല്ലാ ബെനിഫിറ്റ്സും പറ്റിയിട്ട് തക്ക സമയം വരുമ്പോൾ യൂസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ്. അൻസിബയും അർജുനൊക്കെ എന്ത് അപ്പോ അടയായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ ആദ്യത്തെ ആഴ്ചയിലൊക്കെ. ഇപ്പൊ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ബിഗ് ബോസിനകത്തെ സൗഹൃദം.